കാക്കുമാറാകട്ടെ. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് മാത്രമേ കഴിയൂ തഹജ്ജുദ് നിസ്കരിക്കാൻ. എന്താ പ്രതിഫലം? എന്താ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഈ പാതിരാത്രി 2 മണിക്കും 3 മണിക്കും നാട്ടുകാരും കുടുംബക്കാരും എല്ലാം നല്ല ഉറക്കം, കൂർക്കം വലിച്ചിട്ടുറങ്ങുക. എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അല്ലാഹ് മാത്രമേ കാണത്തുള്ളൂ. ആ സമയത്ത് വേറെ നാട്ടുകാരൊന്നും കാണൂല. നമുക്ക് പിന്നെ 4 പേര് കാണാനുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാ എന്നാ നിസ്കാരം, അല്ലോ കൈകെട്ടണൊക്കെ കാണാൻ 4 പേര് കാണാനുണ്ടെങ്കിൽ എന്തൊരു ഖൗഫാന്നറിയോ. അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു കെട്ട. ആരും ഇല്ലെങ്കിൽ പോയി ചാടി കുത്തി സുജൂദി വീണിട്ട് ഓടും. 4 പേര് കാണാനുണ്ടെങ്കിലോ. ചില ആൾക്കാരൊക്കെ വെള്ളിയാഴ്ച, ഇപ്പൊ നാളെ ജുമായുടെ സമയത്തൊക്കെ ഇവിടെ ഉണ്ടോന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൻ ഇത്തിരി താമസിച്ചിട്ടേ വരത്തുള്ളൂ. അവസാനം എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോ തലയുടെ മുകളിൽ കൂടെ ചാടി 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 ഫ്രണ്ടിൽ വന്നിട്ട് ഒരൊറ്റ കെട്ട. അല്ലോ പഠിച്ചവനെ എന്നാ കെട്ടണമെന്നറിയോ. ഇതാ 4 പേര് കാണണമെങ്കിൽ വല്ലാത്ത നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയോ നമുക്ക്? എന്താ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മടുത്തു തുടങ്ങിയ ഉള്ളത് പറയുമ്പോ അങ്ങനെ ഇത്തിരി മടുപ്പൊക്കെ തുടങ്ങും. കുഴപ്പമില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരുടെ അടയാളവാ പറഞ്ഞേ. എനിക്കുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, നിനക്കുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. സദസ്സിൽ നിരന്നിരിക്കുന്ന ഉമ്മമാരോട്, ഇന്ന് കൈപൊക്കിയത് 10 ആണുങ്ങളും 10 പെണ്ണുങ്ങളുമാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു നിസ്കരിക്കുന്നവർക്ക് റബ്ബ് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ 2ാമത് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും പട്ടിയുടെയും പന്നി കഴുതയുടെയും പേപ്പട്ടിയുടെയും പടച്ചവനെയതാ 41 വിഭാഗത്തിലാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, എല്ലാവരും പടച്ചവനെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുമ്പോ പേടിച്ചു വിറച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ആരാണ് എന്നെ വിളിച്ചുണർത്തിയത്? എല്ലാ മുഖത്തും വല്ലാത്ത ഭയമാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, എല്ലാവരും നഗ്നരായിട്ടാണ് കടന്നു പോകുന്നത്. ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല. എല്ലാവരും പടച്ചവനെ നഗ്നരായിട്ട് ചെരുപ്പില്ലാതെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? എടാ ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു കിടന്നാൽ പടച്ചവനെ കാണാൻ നമുക്ക് വല്ലാത്ത ഉത്സാഹമാണല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് 18 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, 20 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, ഒരു നൂൽബന്ധം പോലുമില്ലാതെ നിന്റെ മുന്നിലൂടെ നടന്നു പോയാലും നിനക്ക് നോക്കാറുള്ള ധൈര്യമില്ലടാ. അന്നാരും അത് നോക്കാറില്ല. കാരണം അത് പരലോകമാ, ഭയാനകമായ ദിവസമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തന്നു, ആയിഷ, ജന്മം നൽകിയ വാപ്പയുണ്ടല്ലോ, നൊന്ത് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ഉമ്മാടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുണ്ടല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ, ഒരാളും നിന്നെ സഹായിക്കാത്ത ദിവസമാ. ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ച് കരഞ്ഞ് വിളിക്കുകയാണ്, യാ വൈലതാ,
യാ ഖസ്റതാ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, എല്ലാവരും തലതാറ്റി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കോടതിയുണ്ടല്ലോ. സഹാബാ, രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും സഹാബാ. നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നബിയേ, ആരാണ് നബിയേ? തല ഉയർന്നു നിൽക്കുന്ന രണ്ട് വിഭാഗം ആരാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഒന്നാമത്തെ വിഭാഗം ആരാ? പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ചാരത്ത് കിടക്കുന്ന ഭർത്താവ് അറിയാതെ, തന്റെ കൂടെ കിടക്കുന്ന മക്കൾ അറിയാതെ, നാട്ടുകാര് കാണാതെ, കുടുംബക്കാര് കാണാതെ 3 മണിക്ക് 4 മണിക്ക് എഴുതിയിട്ട് പച്ചവെള്ളത്തിൽ ഉടുവെടുത്തിട്ട് ആരും കാണാതെ മുസല്ലയിൽ പോയിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച വാപ്പാ, നിസ്കരിച്ച പെങ്ങള്, അല്ലാഹു നിന്നെ മറക്കില്ല പെങ്ങള്, അല്ലാഹു നിന്നെ മറക്കില്ല വാപ്പാ. ആരും കാണാത്ത സമയത്ത് എല്ലാവരും അവര് സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്ത ഉമ്മ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. ഈമാനുള്ളവരുടെ അടയാളമാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, ദുഃഖവും ദുരിതവും വേദനയുമായി നടക്കുകയാണല്ലോ. ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്തു എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്റെ മക്കളുടെ വിവാഹം നടക്കുന്നില്ലല്ലോ, എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ വീടിന്റെ പണി തീരുന്നില്ലല്ലോ, എന്റെ കടം മാറുന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന 11 സമയമുണ്ട് സഹാബാ. ദുആ ചെയ്താ ഉത്തരം കിട്ടുന്ന 11 സമയങ്ങളുണ്ട്. ആ സമയത്തിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്നോ, ആ സമയത്തിലെ ദുആയിക്ക് ഉത്തരമുണ്ടെന്നോ. ആ 11 സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ? ഈ നാട്ടുകാര് മുഴുവനും കിടന്നിറങ്ങുന്ന സമയമുണ്ടല്ലോ, മൂർഖനാടുകാര് മുഴുവനും ഉറങ്ങുന്ന സമയമുണ്ടല്ലോ. ആ 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ചോദിക്കും, നീ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുന്ന സമയമാ. അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്നിരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാ, ആരാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ സമയത്ത് എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പ് ഒന്നാം ആകാശത്തിൽ വന്ന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയമാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ആ സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊന്ന് ദുആ ചെയ്ത് നോക്ക്, നിന്റെ കടം മാറും, നിന്റെ ഏത് രോഗവും മാറും, നിന്റെ എല്ലാ പ്രയാസവും മാറും, ഏത് സിഹറും മാറും, ഏത് പൈശാചിക ഉപദ്രവവും മാറും, നിന്റെ മക്കൾക്ക് നല്ല വിജയമുണ്ടാകും. പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന മക്കളെ, എടാ മക്കളെ, എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും മക്കളെ. എടാ, രാത്രി പഠിക്കുന്നതിനേക്കാളും നല്ലത് വെളുപ്പാൻ കാലത്ത് പഠിക്കല.
അതുകൊണ്ടാ നേരത്തെ കാലത്തെ കിടന്നുറങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചത്. നേരത്തെ കാലത്ത് കിടന്നുറങ്ങുക, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് പഠിക്കുക. നല്ല ഫ്രഷായിരിക്കുന്ന സമയം, ആ സമയത്ത് പഠിക്ക്. നിനക്ക് നല്ല ഓർമ്മയുണ്ടാകും, നിനക്ക് നല്ല വിജയമുണ്ടാകും. എല്ലാരും പറയും ഉസ്താദേ ദുആ ചെയ്തു, ദുആ ചെയ്തു, ദുആ ചെയ്തു. 10ാം ക്ലാസ്സാ, +1 +2 ദുആ ചെയ്യാൻ. നീ പഠിക്കാതെ ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക, അള്ളാഹുവിനെ മറന്നു പോകരുത്, നന്മകൾ ചെയ്യുക. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് സഹായം ചോദിക്കൂ. അള്ളാഹുവിനോട് ചോദിക്കൂ, പടച്ചവനെ ഞങ്ങളെ നീ സഹായിക്കുക തമ്പുരാനെ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്. നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്, നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു 1ാം ആകാശത്തിൽ വന്നിരുന്നിട്ട് നോക്കും, ആരാ ചോദിക്കുന്നേ, ആരാ ചോദിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂർഖനാടുള്ള വീടുകളിൽ ചില ആൾക്കാരുടെ വീടുകൾ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും അറിയാം. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും. നിന്റെ വീഡിയോ വെച്ചാ ആർക്കറിയാം? ഇവിടെ ഇരിക്കണ നിങ്ങളുടെ വീഡിയോ വെച്ചാ ആർക്കറിയാം? അള്ളാഹു ആർക്കറിയാം? സ്വന്തം കുടുംബക്കാരന് പോലും അറിയില്ല. എങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അറിയുന്ന ചില വീടുകളുണ്ട്. ഏത് വീട്? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭവനം, തഹജ്ജുദ് നിസ്കരിക്കുന്ന വീട്ടുകാർ. ആ വീട്ടുകാർ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും അറിയാമെന്ന ഉമ്മ. ഈ നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും, നിന്റെ കുടുംബക്കാർക്ക് അറിയില്ലെങ്കിലും, ജിബ്രീൽ അലൈഹിസ്സലാം മുതലുള്ള ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് അറിയാം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആമിനായെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആയിഷയെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഫാത്തിമയെ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുണ്ടെന്ന. അതുകൊണ്ട് പെങ്ങളെ, നിസ്കരിക്ക്. തഹജ്ജുദ് നിസ്കാരം അത് നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു നിസ്കാരമാ. കാരണം അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് നിസ്കരിക്കാൻ കഴിയൂ. അല്ലാതെ സുന്നത്താണെന്ന് പറഞ്ഞ് തെള്ളിക്കളയേണ്ട ഒരു നിസ്കാരമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നിസ്കരിച്ചവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ആള് കുറവായിരുന്നു. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ ആള് കുറയാൻ പാടില്ല, കൂടാനേ പാടുള്ളൂ. അള്ളാഹു നമുക്ക് കഴിവിന്റെ പരമാവധി. ഞാൻ പറയുന്നു ഉസ്താദെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ 2 മണിക്ക് നിസ്കരിക്കണം. ആരാ പറഞ്ഞ 2 മണിക്ക് നിസ്കരിക്കണോന്ന്? എടാ, ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും, ഏറ്റവും എളുപ്പത്തിൽ ആടിന്റെ പാല് കറന്നു തീർന്നു. അതുകൊണ്ട് അത്രയെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചാലും തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തായാലും നീ സുബഹിക്ക് എഴുന്നേക്കും, അന്ന് ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്ക്. ആ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിനകത്ത് വരൂല്ലേ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വന്നാൽ നിനക്ക് സന്തോഷം, നിനക്ക് സമാധാനം, നിനക്കെല്ലാം ഉണ്ടല്ലോ. സമാധാനം ഇല്ലാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെ. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന എന്ന ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരു ഇടമെന്നാ പറഞ്ഞ. പക്ഷെ നിനക്ക് സമാധാനമില്ല, എത്ര കിട്ടിയാലും നിൽക്കുന്നില്ലല്ലോ, നിലനിൽക്കുന്നില്ല, പൈസ വരുന്നു പോകുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നിസ്കരിക്ക്, നിസ്കാരമുള്ള വീടുകളാക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഉളുവെടുത്ത് അവസാനത്തെ വഖത്തും ജമാഅത്തായി നിസ്കരിച്ച് ഖളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഒരു മദ്രസ എല്ലാവരും നിങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇപ്പോ വരുമ്പോ കണ്ടു അതിന്റെ മുകൾ ഭാഗത്ത് വാർത്തിട്ടില്ലല്ലോ, ഇല്ലേ? അതിന്റെ മുകൾ ഭാഗം വാർത്തിട്ടില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇവരുടെ ചെലവ് കഴിഞ്ഞ് എന്തുണ്ടെങ്കിലും അത് അതിനുള്ളതാ. അതിനുവേണ്ടിയായി 3 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, 4 ഭാഗത്തും കുറച്ച് കട്ടകൾ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി അത് വാർക്കണം. അത് വാർത്തിട്ട് അൽഹംദുലില്ലാഹ് ഈ നാട്ടിലെ കുട്ടികൾക്ക് ഇൽമു പഠിക്കാനും മദ്രസ സൗകര്യം അൽഹംദുലില്ലാഹ് ഈ 4 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാ.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ എല്ലാവരും കൊടുക്കണം. സദഖയ്ക്ക് വല്ലാത്ത മഹത്വമാ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഒരാൾ മരിക്കുന്ന സമയം അള്ളാഹുവിനോട് ആകെ യാചിക്കുന്നത് എന്താ? ഒരാൾ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, നിസ്കരിക്കാൻ സമയം എന്താ അല്ലാ, നോമ്പ് പിടിക്കാൻ സമയം എന്താ അല്ലാ, ഹജ്ജിന് പോകാൻ സമയം എന്താ അല്ലാ എന്നല്ല. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന അവസാന സമയത്ത് അല്ലാഹുവോട് യാചിക്കുന്നു, അല്ലാഹ് എനിക്കൊരവസരം താ അല്ലാഹ്. എന്തിനെന്നറിയുവോ? അലമാരിക്കകത്ത് ഒരുപാട് സ്വർണം ഇരിപ്പുണ്ട്, ഒരുപാട് പൈസ ഇരിപ്പുണ്ട്. അല്ലാഹുവേ, ബാങ്കിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോടെങ്കിലും ഞാനൊന്ന് പറയട്ടെ, അതൊന്ന് സദഖ കൊടുക്കണേ എന്ന് പറയാരാ. എനിക്കൊരവസരം താ അല്ലാഹ്, ഞാൻ എന്റെ സമ്പാദ്യം സദഖ കൊടുക്കാമല്ലാ. സദഖ കൊടുക്കാൻ യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ വരുന്ന ഭാഗങ്ങളിലുള്ള ഓരോ മനോഹരമായ വീടുകളുണ്ടല്ലോ, വരുന്ന വഴിയിലൊക്കെ കാണുന്ന ഓരോ വീടിന്റെ മതില് കെട്ടിയ പൈസ മതി അത് വാർക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നമുക്ക് ഖുർആൻ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കാനുള്ള ഒരു ആയത്ത് പറഞ്ഞിട്ട്, റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവ, നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് വാ. അൽഹംദുലില്ലാ, എല്ലാവരും എഴുന്നേക്ക്, അടുത്ത് പോവാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പുറത്ത് നിൽക്കണം എല്ലാവരും. കസേര എടുത്തിട്ട് വാപ്പാ, കസേര എടുത്തിട്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഇരിക്കറോ, എല്ലാവരും വാ. സംഘ ഇരുന്നോപ്പ. അൽഹംദുലില്ലാ, എല്ലാവരും വാ, കസേര എടുത്തിട്ട് വാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാ, 11:30 ഇൻഷാ അല്ലാഹ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ശരീരം വല്ലാതെ വിയർക്കുന്നത് എന്തിന്റെ അടയാളപ്പാ? ശരീരം വല്ലാതെ വിയർക്കുന്നത് എന്തിന്റെ അടയാളമാ? പ്രഷർ കുറഞ്ഞതിന്റെ, ഷുഗർ ഇല്ലേപ്പാ? അറ്റാക്ക് വരുന്നതിന് മുമ്പ് ശരീരം വിയർക്കുമെന്ന് അല്ലേ ഉസ്താദേ? അല്ലേ ഇവിടുത്തെ ഖതീബ് ഉസ്താദ്? ശരീരം വിയർക്കുന്നത് അറ്റാക്ക് വരുന്നതിന് മുമ്പും വിയർക്കുമെന്നല്ലേ ഇപ്പൊ? ഷുഗർ പ്രഷർ എന്താണ്ട കുറഞ്ഞെന്ന് തോന്നുന്നു, BP കുറഞ്ഞെന്ന് തോന്നുന്നു, ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വാ, കേറിയിരിക്കണം. വാ എല്ലാവരും. അൽഹംദുലില്ലാ, കഴിഞ്ഞ എല്ലാവരുടെ അടുത്തേക്ക് വാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഈ മദ്രസ പണിയുന്നോട് അതിന്റെ മുമ്പിൽ കൂടെ അല്ലേ ഇപ്പൊ വരിക? എവിടെ അപ്പൊ? അവിടെ അല്ലേ? അവിടെ അല്ലേ? ആ കാണുന്ന ഭാഗത്ത് മദ്രസ, അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മദ്രസ, അത് അള്ളാടെ അല്ലേ? അത് അള്ളാന്റെ അല്ലേ? എന്റെ വീടിന്റെ മതില്, ഗേറ്റ്, ബാത്റൂമിനകത്തിട്ടിരിക്കുന്ന സാധനത്തിന്റെ വില തന്നെ എന്താന്ന് ആഴ്ച കാമിനല്ലേ? ബാത്റൂമിനകത്ത് തന്നെ എത്രയോ അള്ളാഹുവെ പൈസ നമ്മൾ ചെലവാക്കുന്നു. എന്തേ ഉമ്മ ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഈ മദ്രസ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും നീ ഒരു മദ്രസയെ പഠിച്ചതല്ലേ? നീ ഇതുപോലൊരു മദ്രസയിൽ പോയിരുന്ന് പഠിച്ചതല്ലേ? ഇത് കണ്ടിട്ട് അല്ലാഹുവേ, എന്റെ മക്കൾ ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ പഠിച്ചോനെ, എന്താ അല്ല എനിക്കൊന്ന് കൊടുക്കണോന്ന് തോന്നുന്നില്ലല്ലോ ആയിഷാത്ത, എന്താ ഇങ്ങനെ ആയിപ്പോയെ? എല്ലാവരും ഇങ്ങനെ കണ്ണിന്റെ മുന്നിലൂടെ പടച്ചവനത് അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്നല്ല, നീ ചെയ്യണ്ടേ, നിനക്കല്ലേ, അതല്ലേ ജാരിയായ സദഖ. അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നത് നിന്റേതാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നെ? വാപ്പ ബാങ്കിൽ കിടക്കുന്നത് നിന്റെ പൈസയാണെന്ന് ആരാ നിനക്ക് പറഞ്ഞത്? അല്ല, നീ ആരെന്നറിച്ചോ?
എടാ ഇന്ന് എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെലവാക്കുന്ന, ഞാൻ കൊടുക്കുന്ന ജാരിയായ സദക്കയായ എന്റെ സമ്പാദ്യം. നീ വിചാരിച്ചു വീട്ടിൽ ഇരിക്കുന്നത് നിന്റെതാ, അലമാരിക്കകത്തിരിക്കുന്ന സ്വർണം നിന്റെതാ? നല്ല അമിനത്ത, നീ ഇന്നു മരിച്ച നിന്റെ സമ്പാദ്യം മുഴുവനും നിന്റെ മക്കളുടെതാ. നിന്റെ ജോലി അത് കാവല് നോക്കല്ല, അത്രയുള്ളൂ നിന്റെ ജോലി. അപ്പൊ നിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നീ പള്ളിക്കും മദ്രസയ്ക്കും കൊടുത്തത് നിന്റെ സമ്പാദ്യം. വീട്ടിൽ ഇരിക്കുന്നത് നിന്റെതല്ല, അത് നിന്റെ പെണ്ണും പിള്ളയുടെയും മക്കളതാ. നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ ഒന്നും മക്കൾക്ക് അറിയില്ല. പാപ്പാടെ കബർ എവിടാന്ന് വെച്ചാൽ പറയാം, അവിടെ ഒരു മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു, അതന്നെ അടയാളം. ഇപ്പത്തെ മക്കള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഭാര്യക്കും